ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ചിറക്കയിരിക്കുന്നുണ്ടോ? ചിറക്കയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സസ്പെൻസാണ്. നമ്മളിപ്പോൾ ഒരു കിഴക്കമ്പല റൂട്ട് കയറിയേക്കുക. കിഴക്കമ്പല റൂട്ട് നമ്മുടെ ശ്രീജേഷ് റോഡ്, അതാണ് ഈ കാണുന്ന റോഡ്. ശ്രീജേഷ് റോഡ് നമ്മളെ ശ്രീജേഷിനെ എല്ലാവർക്കും അറിയാം. ഹോക്കി ഇന്ത്യൻ ക്യാപ്റ്റനാണ്. ആ റോഡാണിത്. അപ്പോൾ നമുക്ക് സ്ഥലത്തേക്ക് പോകാം. നമുക്കൊരു 30 കിലോമീറ്റർ ഇവിടെ നിന്ന് ചവിട്ടാണ്ട് വൺ സൈഡ്. അപ്പോൾ മുഖമൊക്കെ ഒരുമാതിരി ചടഞ്ഞിരിക്കുകയാണ്. നൈറ്റ് കഴിഞ്ഞിറങ്ങാം, ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ പോയാലോ? ഇപ്പോൾ നൈസൊരു സ്പോട്ടാട്ടോ ഈ നിൽക്കുന്നത്. ഫുള്ള് വരുമ്പോൾ ഇതാണ് നമ്മുടെ ശ്രീജേഷേൻ്റെ വീട്, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ്റെ. അടിപൊളിയല്ലേ? ഈ റോഡൊക്കെ പുള്ളി ഇങ്ങനൊരു പേരും പ്രസക്തിയൊക്കെ ആയതിനു ശേഷം ഈ റോഡൊക്കെ ഇങ്ങനെ സെറ്റായാണ്. നമുക്ക് അഭിമാനിക്കാം. അടിപൊളിയല്ലേ? പുള്ളി ഇല്ലെന്ന് തോന്നുന്നു അകത്ത് കേട്ടോ. കഥ കടച്ചു കിടക്കും. ഇനി ഇവിടെ ആണോ ഇപ്പോൾ, ഇനി ഇവിടെ അല്ലയോ എന്നറിയില്ല. ഇതൊന്നും ആരെയും കാണുന്നില്ല ചോദിക്കാൻ. ഹായ്, ഇതുവരെ എത്തിയിട്ടില്ല. നല്ല കയറ്റാ. ഒന്നേലും ഇട്ടിട്ട് കയറിയിട്ടിട്ട് കയറുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ടയർഡായി പോവാ. അയ്യാ, കുത്തനെ കയറ്റാ. അയ്യോ ഉണ്ടോ? അല്ല, ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര കയറ്റം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കയറ്റം. ഇപ്പോൾ നമ്മൾ അവിടുത്തെ കിഴക്കമ്പലം എത്തിയപ്പോഴത്തേക്കും 7 മണിയല്ലായിരുന്നു. ഇപ്പോൾ 8:20. ഇനിയുണ്ട് 2 കിലോമീറ്റർ. അയ്യാ, 2-2.5 കിലോമീറ്ററോളുണ്ട്. എത്താറായി കണ്ടോ? വീണ്ടും കയറ്റാ. നിർത്തിയിട്ടേക്കാ. അയ്യാ, ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി. പറ്റല്ല. അതെ, കയറ്റാം. 1/2 കിലോമീറ്ററൊന്നും അല്ല കേട്ടോ. ഇത് അതിൽ കൂടുതലാണ്ടുണ്ട്. ഒരു രക്ഷയില്ല. വീണ്ടും കുറച്ച് ചവിട്ടിയിട്ട് വീണ്ടും പിടിക്കുക. കാല് കഴിക്കണം. അയ്യാ, എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. അവിടെ കയറി വരുന്നിടത്ത് ഒരു ഇനി മണ്ട എത്തുമ്പോഴത്തേക്കും ഒരു പാറമല. നൈസല്ലേ? എന്നാ സീനറിയോടെ പോയി. അത് ഈ നട്ടേക്കണത് മറ്റേ പശുവിന് കൊടുക്കണ പുല്ലല്ല, ഈ കരിമ്പ് വല്ലതാണ്. കരിമ്പ് ഗൈസ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കത്രയ്ക്ക് അങ്ങോട്ട് പിടിയിട്ടാണല്ലോ കരിമ്പാണോ ഇല്ലയോ എന്ന്. കരിമ്പിൻ്റെ കൂട്ടൊക്കെ നിൽക്കണം. കൊള്ളാം കേട്ടോ. എന്തായാലും നൈസ്. ഇതിപ്പോൾ ഈ പാറമല കണ്ടപ്പോൾ എടുത്തല്ലോ. പക്ഷെ താഴെ നിന്ന് കയറി വരുന്ന വഴികളെല്ലാം അടിപൊളിയാണ്. നല്ല തണുപ്പും. വെയിൽ ചെറുതായിട്ടുണ്ടെങ്കിലും പക്ഷേ അറിയത്തില്ല, നല്ല തണുപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. കൊച്ചിരീക്കൽ കേവ്സ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കിടുക്കാച്ചി സ്പോട്ടാണ്, ഒരു രക്ഷയില്ല. നമ്മളെ ചെറുക്കനത് ഇവിടെ വെച്ചേക്കാണ്. താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ എടുത്തിറക്കേണ്ടി വരും. കണ്ടോ, വഴിയുണ്ട്, രക്ഷയില്ല. കിട്ടില്ല സ്പോട്ടാണ്. എൻ്റെ പൊന്നടവേ, എന്നെ കയറ്റമെന്ന് വെച്ചോണ്ടാ സ്പോട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതാണ് വഴി. ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകണം. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. നല്ല വൈബ് സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല, നൈസാണ്. നമുക്കപ്പോൾ താഴോട്ട് ഇറങ്ങാം. എൻ്റെ പൊന്നടവേ, ഫുള്ള് കല്ലാണല്ലോ. സൈക്കിള് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ എടുത്തിറക്കാൻ മേല. അത്രയും ദൂരം ചവിട്ടിയോണ്ടേ. ഫുള്ള് കയറ്റമല്ലായിരുന്നെങ്കിൽ നൈസായിട്ട് നമുക്ക് എടുത്തിറക്കി 2 താഴെ കൊണ്ടുപോയി 2 ഫോട്ടോയൊക്കെ എടുത്ത് നൈസായിട്ട് കൊണ്ടുവരാമായിരുന്നു. നല്ല രസമാണ്. നല്ല തണുത്ത വെള്ളം കേട്ടോ. പാപ്പടൊക്കെ അടിയിൽ നിന്നൊക്കെ വരുന്നേ. അടിപൊളി. എന്നൊരു മരം നോക്കിയാൽ ഒരു രക്ഷയില്ല.
ഈ സ്പോട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. നൈസ് വൈബും ഉണ്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ നല്ല കിടുക്കാച്ചി വെള്ളമാണ്. ചേട്ടനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സൈക്ലിംഗ് സ്പോട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നൈസ് മൂടാട്ടോ ഇവിടെയൊക്കെ. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇപ്പോൾ വെയിലായി തുടങ്ങി നല്ല. ഇപ്പോൾ തിരിച്ചൊരു 30 കിലോമീറ്ററോളം തിരിച്ചു പോയിട്ടുണ്ടോ. അതിനകത്ത് ആ കയറ്റവും ഇറക്കത്തിലാണ് എനിക്കൊരു പേടി. അവിടെ നമുക്കൊരു 1 മണിക്കൂറോളം ചിലവഴിക്കേണ്ടി വരും മിക്കവാറും. ആ കയറ്റം ഇറക്കാൻ പിടിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ടയർഡാവുന്നുണ്ട്. ഈ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് ഇട്ടാണ്ട് ഒരു എന്തല്ലേ ഈ ആൾക്കാരും വൃത്തികേടാക്കി ഇട്ടേക്കണം മൊത്തം. വരുന്നവർ ആ സാധനങ്ങൾ തിരിച്ചുകൊണ്ട് വെക്കുമല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സ്പോട്ടൊക്കെ എന്നാ രസമാണ്. ഓക്കെ, അടിപൊളി സ്ഥലമല്ലേ. സൈക്കിൾ ഇറക്കിയായിരുന്നെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കായിരുന്നു. പക്ഷേ നൈസ് മൂടായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ എനിക്ക് എടുത്തിറക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഒട്ടും വില കാലൊക്കെ നല്ല പെയിനാണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. കിട്ടുന്ന സ്ഥലം. ആ ചേട്ടാ മേളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പുള്ളി ആലുവക്കാരനാണ്, ബിബിൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഞാൻ മേളിലോട്ടിലാണെങ്കിൽ പുള്ളിനെ വീഡിയോ ഒന്ന് കാണിക്കാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമുക്കപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ എടുത്തിട്ട് പോകും. സൈക്ലിങ് ആഗ്രഹിക്കുന്നവർക്ക് അഡ്വഞ്ചർ റൈഡ് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിലേക്കൂടെ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കോലഞ്ചേരി ഈ റൂട്ട് നൈസ് വൈബാണ്. ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. ഇപ്പം വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ച് വരണ്ട കാണാൻ വേണ്ടിയെന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റും ഇവിടുത്തെ ആ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ മരങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മണ്ട സാധനങ്ങളാണ് കണ്ടോ, സൂപ്പർ, ഒരു രക്ഷയില്ല. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പോന്നാൽ മതി, തെറ്റത്തൊന്നുമില്ല. പക്ഷെ നല്ല കയറ്റമാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചില്ലടിച്ചിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. അടിപൊളി സ്പോട്ടാണ്, ഈസി സ്ഥലമാണ്. അടിപൊളി അടിപൊളി, രക്ഷയില്ല. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കുള്ളൊരു സ്പോട്ടാണ്. ഒരു പാറമട സൂപ്പർ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കണ്ടോ വെള്ളം, കണ്ടോ വെള്ളം നല്ല പച്ച പച്ച വെള്ളം ഇളക്കുക, ഒരു രക്ഷയില്ല.